പ്രിയരെ, നമുക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കണം. അതിനായി പ്രാർത്ഥനാപൂർവ്വം ഇരിക്കണം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊണ്ട് റെഫറൻസോ ബൈബിൾ പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ഒരുമ്പെടുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് വല്ല ഗാനങ്ങളും പരിശുദ്ധാത്മ പ്രേരിതനായി എൻ്റെ മനോമുഖരത്തിൽ വരികയാണെങ്കിൽ അത് ഞാൻ തപ്പടിച്ച് പാടും. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധാപൂർവ്വം എന്നോടുകൂടെ വരിക. മനുഷ്യനെന്ന് പറയുന്നത് 4 വിധ ഘടകങ്ങൾ ഉള്ളവനാണ് എന്നാദ്യം തന്നെ മനസ്സിലാക്കണം. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതെല്ലാം മറന്നേക്കൂ എന്ന് ഞാൻ ആദ്യം പറയുകയാണ്. ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവച്ച ഒരു അറിവല്ല നിങ്ങൾക്ക് പകരുവാൻ പോകുന്നത്. യേശുനാഥൻ നമ്മളെ എന്തു പഠിപ്പിച്ചോ അത് നമ്മുടെ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് പകർത്തി തരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് പ്രധാനമായും നാം അറിഞ്ഞിരിക്കുന്നത് പോലെ ദേഹമെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അത് ഈ ഭൂമിയിൽ ഫെറോക്സോൺ അല്ലെങ്കിൽ നാം അറിഞ്ഞിരിക്കുന്നത് പോലെ ദൈവം പൊടി കൊണ്ട്, ഈ ഭൂമിയിലെ പൊടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, അത് കുഴച്ചു. God formed the man of the dust of the ground എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അവൻ കുഴച്ചൊരു ശരീരമുണ്ടാക്കി. ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഇവിടെ ഉണ്ടാക്കുക, മെരയുക എന്നൊക്കെ പറഞ്ഞ 2 പദങ്ങളുണ്ട്. നിൻ്റെ വിരലുകളുടെ പണിയായ സൂര്യനെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളെ ആകാശങ്ങളെയും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരാങ്ങുലികൾ കൊണ്ട് നമ്മെ എക്കൽ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒരു രൂപമാണ് നാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. അതിനകത്ത് ഭൂമിയിലുള്ള മൂലകങ്ങളെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക്. അങ്ങനെ ആ ശരീരം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവൻ്റെ മൂക്കിൽ ഈ ബ്രീത്ത് ഇൻടു ഹിസ് നോസ്ട്രിൽസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ്. മാൻ became a living soul. തുടങ്ങുകയാണ് മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സവിസ്തരം. മൂക്കിൽ ഊതിക്കഴിഞ്ഞപ്പോൾ കരാങ്ങുലികൾ കൊണ്ട് മെനഞ്ഞ മനുഷ്യ ശരീരം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന്. became a living soul. മനുഷ്യനെന്ന് പറയുന്നത് ഒരു ശരീരമുണ്ട്, അപ്പോൾ തന്നെ ലിവിങ് സോൾ ആണവൻ. ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ അവനെ ദേഹി എന്നാണ് ബൈബിൾ പേര് വിളിക്കുന്നത്. ശാശ്വത മനുഷ്യൻ എന്നതിന് പേരുണ്ട്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനാണ് ഞാൻ. അപ്പം എത്രയായി? ഒരു ശരീരം, ദേഹം, പിന്നെ ദേഹി. പിന്നെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കൊണ്ട് അവിടെ നമ്മൾക്ക് പ്രാണനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് ജീവനാണ് പ്രാണൻ. എന്നാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്പിരിറ്റ് അല്ല. മനുഷ്യനിൽ പ്രത്യേകമായിട്ട് ഒരാത്മാവിനെ സൃഷ്ടിച്ചതായിട്ട് ബൈബിളിൽ എന്നല്ല ഒരു ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് വ്യക്തമാക്കാം. ആത്മാവ് നമ്മളെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ആത്മാവിൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമാണ് മനുഷ്യൻ. ജീവനുണ്ടവന്. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. എല്ലാ ജീവജാലങ്ങളിലും
ജീവനുണ്ട്. ഈ ജീവൻ രക്തത്തിലിരിക്കുന്നു എന്നും ബൈബിൾ പറയുന്നുണ്ടല്ലോ അല്ലേ? മനുഷ്യൻ്റെ ജീവൻ ലേവ്യാപുസ്തകം 17 അധ്യായത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ ജീവൻ രക്തത്തിലിരിക്കുന്നു. ഈ രക്തത്തിലിരിക്കുന്ന ഈ ജീവനെ സംബന്ധിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇപ്പോൾ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ഒരാവിയാണെന്ന്. നോക്കണേ, ഒരാവിയാണ് നാം ഓരോരുത്തരും. ആ ആവി വെള്ളം പോലെയുള്ള രക്തത്തിലിരിക്കുന്നു. അബീഗയിൽ പറയുന്നുണ്ടല്ലോ, നിലത്ത് ഒഴിച്ചു കളഞ്ഞതും പിന്നെ തമ്മിൽ ചേർപ്പാൻ കഴിയാത്ത വെള്ളം പോലെയാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നതെന്ന് മഹാനായ ദാവീദിനോട് പറയുകയാണ് അബീഗയിൽ. നോക്കണേ, എന്തൊരു അത്ഭുതകരമായ വെളിപ്പെടുത്തലാണ് ബൈബിളിലുള്ളത്. ജീവൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസാണ്. ആ ജീവനാണ് മരിച്ചു കഴിഞ്ഞാൽ യഹോവയായ ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിലേക്ക് പോയി കെട്ടപ്പെടും എന്ന് വേദപുസ്തകത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല പ്രസംഗങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും ജീവന്, എൻ്റെയും നിൻ്റെയും പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ ജീവനുണ്ട്. ആ ജീവൻ അത് ഭൂമിയിൽ അപ്രത്യക്ഷമാകുമ്പോൾ അത് നേരെ യഹോവയായ ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ പോയി കെട്ടപ്പെട്ടും എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം, ജീവനുള്ള ദേഹി, ജീവൻ ശരീരത്തിനുണ്ട്. എന്നാൽ ജീവനുള്ളൊരു ദേഹിയാണ് ആത്മാവ് നമുക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എത്ര ജീവനായി? 2 ജീവനായില്ലേ? രക്തത്തിൽ ഇരിക്കുന്ന, മാംസത്തിലിരിക്കുന്ന ശരീരത്തിൻ്റെ ജീവൻ, പിന്നെ നമുക്ക് ജീവനുള്ളൊരു ദേഹി, ലിവിങ് സോളുണ്ട്. മനസ്സിലായല്ലോ? എന്തൊരു അത്ഭുതകരമായിട്ടാണ് കർത്താവ് ഇതിനെ പഠിപ്പിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ വേലിയിലും പടപ്പയിലും ഒക്കെ കയറി തട്ടി വീഴുകയാണ്. അങ്ങനല്ല. ഈ ജീവനുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിയാൽ അത് യഹോവയായ ദൈവത്തിൻ്റെ ഭാണ്ഡത്തിൽ പോയി കേട്ടു. ജീവനുള്ള ദേഹി ഒരു പ്രത്യേക സാധനമാണ്. ഇതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശരീരമുണ്ട്. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, നമ്മെ സൃഷ്ടിച്ചതുപോലെ ദൈവം സൃഷ്ടിച്ചതെന്ന് പറയപ്പെടുന്ന മറ്റൊരു ജീവിയുണ്ട് ലോകത്തിൽ. അതിനെ നമ്മൾ മറന്നു കളയരുത്. അതിൻ്റെ പേരാണ് നദീഹയം, നീർക്കുതിരയോ എന്തോ. ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബ് ദൈവത്തിൻ്റെ ദാസനായ അദ്ദേഹത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയ നദീഹയമുണ്ടല്ലോ എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യനെ ഫോം ചെയ്യുകയായിരുന്നു. അതുപോലെ ഒരു സൃഷ്ടി തന്നെ ആയിരിക്കാം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ദൈവാത്മാവ് വിശേഷിച്ചിരിക്കുന്ന ഈ നദീഹയം. അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയായ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രാദികൾ എല്ലാം ഉണ്ട്. എന്നാൽ ഏറ്റവും മാൻ ഈസ് എ റേഷണൽ അനിമൽ എന്ന് ആരോ പറഞ്ഞതുപോലെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ കരകൗശലശാലയിലെ പ്രധാനപ്പെട്ട സൃഷ്ടി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ പ്രിയപ്പെട്ടവരെ, ദേഹം എന്താണ്, ജീവനുള്ള ദേഹി എന്താണ്, പിന്നെ ജീവൻ എന്താണ്? അത് രക്തത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു ഗ്യാസാണ്. അതിൻ്റെ ലക്ഷണമാണ് മൂക്കിൽ ശ്വാസം എന്ന് പറയുന്നത്. ദൈവം ഊതിയപ്പോൾ നമ്മുടെ നാസാരന്ധരത്തിൽ കൂടി ഓക്സിജൻ ഉൾപ്പെടുന്ന അന്തരീക്ഷവായു ലങ്സിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ ഭയങ്കരവും അതിശയകരവുമായ സൃഷ്ടി എന്നാണ്. ദൈവമേ, നീ ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് ദാവീദ് പറയുന്നത് വെറുതെയല്ല. അങ്ങോട്ട് കടന്നാൽ ഒരുപാട് മണിക്കൂറുകൾ ഇനി പ്രസംഗിക്കേണ്ടി വരും.
കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, എത്ര പ്രാവശ്യം ഊതി, ഇതൊക്കെ ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് ദൈവം മനുഷ്യൻ്റെ നാസികയിൽ ഊതിയത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മേൽ ഊതിയത് എന്ന് ബൈബിൾ സുവ്യക്തമായി പറയുന്നു. യെഹെസ്കേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം ആ അസ്ഥികളുടെ താഴ്വരയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന വേളയിൽ നിങ്ങളത് ഓർക്കും. നിസ്സാര കേസ് കെട്ടാണ് അതൊക്കെ. ദൈവം ആദ്യത്തെ ഊതിയപ്പോൾ ഒരു മനുഷ്യ ശരീരം അസ്ഥിപഞ്ജരമൊക്കെ കയറി. രണ്ടാമത്തെ ഊത്തിന് അവൻ്റെ ശ്വാസോച്ഛ്വാസം ആരംഭിച്ചു. അവൻ ആരോഗ്യപൂർണനായി ആരോഗ്യതടകാത്തനായി യഹോവയായ ദൈവത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് അവനെ കുമ്പിടുന്നു. ഒടുവിലത്തെ ഊതിനാൽ ഈ ബിക്കെയിം എ ലിവിങ് സോൾ. ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതാണ് മനുഷ്യൻ. മനുഷ്യനെന്ന് പറയുമ്പോൾ അവനിലൊരു ജീവാത്മാവെന്നാണ് അവൻ്റെ മറ്റൊരു പേര്. കാരണം മനുഷ്യൻ പ്ലസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, അതാണ് മനുഷ്യാത്മാവെന്ന് 28 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാത്മാവെന്ന് പറഞ്ഞാലും ദേഹിയാണ്. ഓർത്തിരിക്കണം, കുറിച്ചെടുത്തോ വേണമെങ്കിൽ. മനുഷ്യാത്മാവ് എന്ന് പറഞ്ഞാലും ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞാലും അത് ഇന്നർമാനാണ്, അകത്തെ മനുഷ്യനല്ല ആണെന്ന് നാം പൗലോസിൻ്റെ ഭാഷയിൽ. ഔട്ടർ മാൻ എന്ന് പറയുന്നത് പുറകെ കാണുന്ന ഈ ശരീരമാണ്. ഇന്നർ മാൻ, ഔട്ടർ മാൻ, അല്ലെങ്കിൽ മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് ദേഹിയാണ്. ദേഹം, ദേഹി, ആത്മാവെന്നുള്ള അന്തരം ആർക്കും അറിയില്ല പ്രിയരെ. അതുകൊണ്ടാണ് ആത്മാവ് നരകത്തിൽ പോകുമെന്നൊക്കെ പ്രസംഗിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, അലക്സാണ്ടർ ജേക്കബ് സാറ് എന്താഴമായി പഠിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അഭിപ്രായ ഐക്യം ഇല്ലാത്ത പല കാര്യങ്ങൾ കണ്ടേക്കാം. പക്ഷേ നമ്മളെല്ലാം വേദാധിഷ്ഠിതമായി ചിന്തിച്ചാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇനി മുതലുള്ള എൻ്റെ സന്ദേശം നിങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടാൽ ഞാനിതുപോലെ ചില എപ്പിസോഡുകൾ നിങ്ങളെ ഇടയ്ക്ക് കേൾപ്പിക്കും. ഹല്ലേലൂയ സാങ്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തെ എനിക്കറിയാം. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. മരണശേഷം എന്ത് എന്നുള്ള എൻ്റെ പുസ്തകം അദ്ദേഹം എന്നിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയതിന് ശേഷം പിന്നെ കമാന്നൊരക്ഷരം താൻ അതിനെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല. എങ്കിലും അത് പുസ്തകം ഓപ്പറേഷൻ മൊബൈലൈസേഷൻ പ്രസിദ്ധീകരിച്ചു. ധാരാളം പ്രതികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ്. ഇനി പിന്നെയും പഠിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമായി അതിലെഴുതിയിരിക്കുന്നതിലുപരി കാര്യങ്ങൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഇനിയും ഒരു പുസ്തകം എഴുതേണ്ട ആവശ്യമുണ്ടോ, അതോ ഈ അവസാന കാലഘട്ടത്തിൽ അതിനുവേണ്ടി മുതിരുന്നത് യുക്തമാണോ? അത് പ്രസംഗിച്ച് പഠിപ്പിച്ചാൽ പോലെ അന്തരീക്ഷത്തിൽ കിടക്കട്ടെ. നമ്മൾ ആരാണ് വായിക്കുന്നത്? പുസ്തകം വായിക്കാതെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ്. തലേ വെക്കാനോ അത് നെഞ്ചത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുവാനോ ആശാരിപദേശി ചെയ്തതുപോലെ എയറോഡ്രോമിൽ ചെന്ന് അമേരിക്കയിൽ വെച്ച് അത് തലയിൽ ചുമന്നുകൊണ്ട് ഓടുവാനോ ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ അതിൻ്റെ അന്തസത്ത, ആന്തരികമായിരിക്കുന്ന സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അമൂല്യ നിധികൾ ഇന്നും കഴുത ശർക്കര ചാക്ക് ചുമക്കുന്നത് പോലെ ആയിത്തീരരുതേ എന്നാണ് എൻ്റെ അപേക്ഷ. പ്രിയരെ, ഞാനൊരു പണ്ഡിതനല്ല. ഞാൻ എല്ലാവരെയും കേട്ട് ഗ്രഹിക്കുന്നതും അത് അങ്ങനെ തന്നെ ആണോ, ഇവർ പറയുന്നതൊക്കെ ശരിയാണോ, തിരുവെഴുത്തുമായിട്ട് അത് തുലനം ചെയ്തു നോക്കുന്ന ബെരോവയിലെ വിശ്വാസികളെ പോലെ ആണോ ഞാനെന്ന് എന്നെ തന്നെ പരിശോധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ക്രിസ്തീയ ഗോളത്തിൽ ഇന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സർവാബദ്ധമാണെന്നും സ്വർഗത്തിലും ഈ ലോകത്തിലും അതിന് ദൈവം നമ്മളെ പ്രതികാരം ചോദിക്കാതെ വിടുകയില്ലെന്നും ഞാൻ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും പരസ്യ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്. ഞാനൊരു സാധുവായതുകൊണ്ട് ആരും എന്നെ അറിയുന്നില്ലെങ്കിലും അവിടെ ചെന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഈ ലോകം തരുന്ന മാന്യത വളരെ മോശം ആളുകൾക്കേ അത് ലഭിക്കത്തുള്ളൂ കേട്ടോ.
ഡോക്ടറേറ്റും റവറൻറ്റും വെരി റവറൻറ്റും ഒക്കെ ഉപയോഗിച്ച് വിലസുന്ന ആളുകൾ അയ്യോ അവിടെ ചെന്ന് കയ്യും കെട്ടി നിൽക്കും, യാതൊരു സംശയമില്ല. കാരണം തിരുവചനത്തെ ഒരു പുറങ്കാലിന് അടിച്ച് ദൂരെ എറിഞ്ഞു കളഞ്ഞു. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലാഞ്ഞാൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. എന്തൊരു ആക്രോശമാണ് പരിശുദ്ധാത്മാവ് അതിനെതിരായി നടത്തുന്നത്. വെടിവെപ്പാൻ ആരും ഉണ്ടാകയില്ല. അതുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ മരണാനന്തര ജീവനായിട്ട് നമുക്ക് ഒരുങ്ങണം. നാം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശ്വാസം നിൽക്കുമ്പോൾ എന്നാണ്. ശ്വാസം നിൽക്കുമ്പോൾ ആത്മാവു തൻ്റെ വാസം തേടിപ്പോം വേഗം. ഒരിക്കൽ ഏവനും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഓ ഹല്ലേലൂയ! ഒരുങ്ങിക്കോ, മരിക്കാൻ ഒരുങ്ങിക്കോ. പ്രൈസ് ഗോഡ്. ആകപ്പാടെ അന്തരീക്ഷമൊക്കെ പുകയാണ്. ഈ സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ വരവും മൂന്നാം മഹായുദ്ധവും സംഭവിക്കും. ഞെളിയാതെ ഭയപ്പെടുവീൻ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കമേൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. അടുത്ത എപ്പിസോഡിൽ പ്രവേശിക്കുമ്പോൾ തുടർമാനമായി നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.